വസല്ലം അമിനാന്റെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മൂന്ന് പത്തുകളെ അതാ ഡിവൈഡ് ചെയ്യുകയാ. മൂന്നായി ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിന് ഒരേ പേര് കൊടുക്കുകയാ. അവ്വലുഹു റഹ്മാ, അവ്വലുഹു റഹ്മാ. ആദ്യത്തെ 10 റഹ്മത്തിന്റെ പത്ത, ആദ്യത്തെ 10 കാരുണ്യത്തിന്റെ പത്ത. റമദാൻ വന്നില്ല പൊന്നുമോനെ, എന്ത് മാറ്റമാടാ. റജബ് മാസം കഴിഞ്ഞു പോയില്ലേ. മുഴുവൻ ആളുകളോടും ഞാൻ ചോദിക്കുക, എന്റെ പ്രിയപ്പെട്ട ഇത്താത്തമാരോട് ചോദിക്കുക, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കുക, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട് ചോദിക്കുക. പൊന്നുമോളെ, റമദാനായിട്ട് നിന്റെ വീട് നീ കഴുകാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ വസ്ത്രങ്ങളും മുസല്ലയും ഒക്കെ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പില്ല. വീട്ടിലുള്ള അടിച്ചുവാരലും പ്രത്യേകമായൊരു ഒരുങ്ങിക്കൂടലും തയ്യാറെടുക്കുകയാ. റമദാനിലൊരു മത്സര പോരാട്ടം നടക്കാനതാ മുളക് പൊടിപ്പിക്കുകയാ. മത്സരം നടത്താൻ വേണ്ടിയിട്ട് മല്ലി പൊടിപ്പിക്കുകയാ. അതുപോലെ അരി പൊടിപ്പിക്കുന്നു, ഗോതമ്പ് പൊടിപ്പിക്കുന്നു, ഭക്ഷണങ്ങളൊക്കെ അട്ടിയട്ടിയായി തയ്യാറാക്കുകയാ. ഒരു മാസം തല്ലി തകർക്കണമെന്ന് വിചാരിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങളൊക്കെ നിറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പല നിലക്കുള്ള തയ്യാറെടുക്കുമ്പോ ഞാൻ എന്റെ മുമ്പിനീകളോട് ചോദിക്കുക, മനസ്സുകൊണ്ട് റബ്ബേ, അല്ലാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് പെയ്തിറക്കുന്ന പുണ്യമായ റമദാനിന്റെ മുമ്പിലല്ലയോ ഈ റമദാനോടുകൂടിയെങ്കിലും എനിക്കൊരു മാറ്റം വരണം തമ്പുരാനെ. അല്ലാഹുവേ, എന്നെ നന്നാക്കി തരണേ അല്ലാ. അതുകൊണ്ട് റജബും അതാ ശഅബാനിലേക്ക് കാലെടുത്തു വെച്ചില്ലയോ. മാനസികമായൊരു തയ്യാറെടുപ്പെടുത്ത അടുത്ത ആളുകൾ എത്രയാ ഞാൻ ചോദിക്കുന്നു. വീടടിച്ചു വാരണം നല്ലതാ, വസ്ത്രം കഴുകിയിടണം നല്ലതാ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ലതാ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പല്ലേ. അല്ലാഹുവേ, റമദാനിങ്ങെത്തിയല്ലോ. സഹോദരങ്ങളെ, വിഷയമതല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആവശ്യമെങ്കിലും നമുക്ക് പറയാം. അതിൽ ഒന്നാമത്തെ 10 അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അവ്വലുഹു റഹ്മാ. അതിലൊന്നാമത്തെ 10 റഹ്മത്തിന്റെ 10. പടച്ചവനോട് കാരുണ്യം ചോദിച്ചോ, റബ്ബിനോട് കാരുണ്യം ചോദിച്ചോ, അല്ലാഹുവിനോട് കാരുണ്യം ചോദിച്ചോ. അപ്പൊ നമ്മൾ ദുആരക്കുന്നു, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പുതിയടേ റബ്ബേ. പുണ്യമായ റമദാനിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി റബ്ബിന്റെ മുമ്പിൽ തേടുകയാ. ഹബീബായ പ്രവാചകൻ പറയുന്നു, അതാ രണ്ടാമത്തെ 10 ഔസതുഹു മഗ്ഫിറ. 10ന്റെ പ്രത്യേകത എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അത് മഗ്ഫിറത്തിന്റെ 10, പാപമോചനത്തിന്റെ 10, പാപമോചനത്തിന്റെ 10. രണ്ടാമത്തെ 10 പാപമോചനം കൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ പറയുമ്പോ എല്ലാ പള്ളികളുടെ ഉള്ളുകളും, എല്ലാ മനസ്സിന്റെ ഉള്ളുകളും, എല്ലാ അരമനയുടെ അകത്തളങ്ങളും പെങ്ങളെ ചിന്തിക്ക്. എല്ലാവരും ദുആരക്കുകയാ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനത്തെ 10 ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യതയുള്ള 10. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ അല്ലതി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള, 1000 മാസത്തിന്റെ പ്രതിഫലമല്ല, 1000 മാസത്തേക്കാൾ പ്രതിഫലമെന്ന, 1000 മാസത്തേക്കാൾ മിൻ അൽഫി ശഹർ എന്ന ഖുർആൻ പറഞ്ഞത് 1000 മാസത്തിൻ്റെതല്ല, 10000 മാസത്തിൻ്റെതാകാം, 1,00,000 മാസത്തിൻ്റെതാകാം, 1 കോടി മാസത്തിൻ്റെതാകാം, 10 കോടി മാസത്തിൻ്റെതാകാം. നിർണയിക്കാൻ പറ്റാത്ത മാസങ്ങളുടെ, വർഷങ്ങളുടെ പ്രതിഫലമുള്ള ഒരു രാവിനെ അടക്കം ചെയ്യപ്പെട്ട പുണ്യമായ ലൈലത്തുൽ ഖദർ ഉണ്ടല്ലോ. ആ ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യതയുള്ള അവസാനത്തെ ഇമ്പോർട്ടന്റ് ആയ 10 ഉണ്ടല്ലോ. ഇത്തിഖാഫ് കൂടുതൽ ശ്രദ്ധിക്കുന്ന 10 ഉണ്ടല്ലോ. ആ 10 എന്ത് പ്രാർത്ഥിക്കണമെന്നാ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ആ 10 നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആഖിറുഹു ബിതുഖും മിനല്ലാഹ്. അല്ലാഹുവേ,
നരകത്തെ തൊട്ട് കാക്കണേ റബ്ബേ. നരകമോചനത്തിന്റെ പത്തായ അവസാനത്തെ പത്തിനെത്തുന്നപ്പോൾ നമ്മളൊക്കെ റബ്ബിന്റെ മുമ്പിൽ ദുആർക്കുകയാ, അല്ലാഹുമ്മ ഇഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുമ്മ ഇഅ്തിഖ്നി മിനന്നാർ. പടച്ചവരേ നരകമോചനം തരണേ റബ്ബേ, നരകമോചനം തരണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ ചിന്തിച്ചു നോക്കി ഇമ്പോർട്ടന്റായ അവസാനത്തെ പത്തിലും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് നരകത്തെ തൊട്ട് കാവലിനെ തേടണേ എന്നാ. മുഅ്മിനീങ്ങളെ അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. ചെറുപ്പക്കാരാ ഗൗരവത്തോടെ ചിന്തിച്ചോ, നിങ്ങളെ ഗൗരവത്തോടെ ചിന്തിച്ചോ. ഈ ആധുനിക സാഹചര്യത്തിൽ നരകത്തെ തൊട്ട് മറന്നുപോകുന്ന, സ്വർഗത്തെ തൊട്ടുള്ള ആഗ്രഹത്തിന് തടസ്സമാകുന്ന, പരലോക ചിന്തകൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളല്ലേ നമ്മുടെ പരിസരം മുഴുവനും. എവിടെയാവരും നല്ല ചിന്തക്കുള്ള അവസരമുള്ളത്? നമ്മുടെ വീട്ടുകളിൽ പാപം, നമ്മുടെ വീടുകളുടെ ഉള്ളിൽ പാപങ്ങളാണ്, നമ്മുടെ പോക്കറ്റിൽ പാപം, നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ നിറച്ച് പാപങ്ങൾ, ക്യാമ്പസുകളിൽ പാപങ്ങൾ, സ്കൂൾ മുറ്റങ്ങളിൽ പാപങ്ങൾ, തൊഴിൽ മേഖലകളിൽ പാപങ്ങൾ, സ്റ്റോപ്പിൽ പാപം, വാഹനത്തിൽ പാപം. എവിടെയാ രക്ഷപ്പെടാനൊരു സാധ്യത? എവിടെയാ? കൂടുതൽ പേടിക്കേണ്ട ഒരു കാലമല്ലേ? ഈ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ മുൻഗാമികളായ സഹോദരങ്ങൾ വളരെ സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചവരാ. അല്ലാഹു നമുക്ക് പറയാൻ തൗഫീഖ്. ഇനി അങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ കുറച്ച് ക്ഷമ കിട്ടിയേ പറ്റൂ, കുറച്ച് അധ്വാനിച്ചേ പറ്റൂ, കുറച്ച് പിടിച്ചു നിർത്തിയെങ്കിലേ പറ്റൂ, പിടിച്ചു നിന്നെങ്കിലേ പറ്റൂ. ഒരാത്മീയ അവബോധത്തിന്റെ കാൽച്ചുവട്ടടികളില്ലാതെ അങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റും. ആരും വ്യാമോഹിച്ചു പോകണ്ട. അല്ലാഹു ഒരുപാട് നിഅമത്തുകളും ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് അവസരങ്ങളും ഒരുപാട് സംവിധാനങ്ങളും ഒക്കെ തന്നില്ലേ? അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് റിസ്ക് ഉണ്ടാകും. ഉണ്ണാനും ഉടുക്കാനും കുറവായിരുന്ന കാലമായിരുന്നില്ലേ ഇവിടെയുള്ള പ്രായമുള്ള ആളുകളുടെ ചെറുപ്പകാലം? ഇവിടെയുള്ള പ്രായമുള്ള ആളുകളുടെ ചെറുപ്പകാലം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഓർമ്മയുടെ അങ്ങേതല. ഉണ്ണാനും ഉടുക്കാനും ഒക്കെ വലിയ പ്രയാസമായിരുന്നു. പറമ്പിൽ നിന്ന് എന്തെങ്കിലും പറിച്ചെടുത്ത് കൊണ്ടുപോയി പുഴുക്കാക്കി കഴിക്കുന്ന ഒരു കാലം. ഒരു ഷവർമയില്ല, ഒരു ശവായില്ല, ഒരു കുഴിമന്തിയില്ല, ഒന്നുമില്ല. എന്തൊക്കെയോ കിട്ടുന്ന പറക്കി തിന്ന് ഉള്ള വെള്ളം കഞ്ഞിവെള്ളം കുടിച്ച് കഴിയുന്ന ഒരു കാലം. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ വളരെയധികം അനുകൂല സാഹചര്യമായിരുന്നു. നമ്മളൊരു പക്ഷേ ചിന്തിക്കും, നമ്മുടെ പൂർവികരായ ആളുകൾ അവർക്ക് മൊബൈൽ ഇല്ലായിരുന്നു. 10-20 വർഷമല്ലേ ആയിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ മൊബൈൽ എത്തിയിട്ട്. 20 വർഷം പോലും ആകാത്ത ആളുകളായി ഇവിടെയുള്ള 99% ആളുകളും 10-15 വർഷം അല്ല 10 വർഷമായിട്ടേ ഉള്ളൂ ഈ സാധനം നമ്മുടെ കയ്യിലെത്തിയിട്ട്. അതിനു മുമ്പ് ജീവിച്ച ആളുകൾ ഇത് കണ്ടിട്ടില്ലല്ലോ. ടെലിവിഷൻ കാണാത്ത ആളുകൾ, അതുപോലെ ഉള്ള സംവിധാനങ്ങൾ കാണാത്ത ആളുകൾ, ഫേസ്ബുക്ക് എന്താണെന്ന് അറിയാത്ത ആളുകൾ. ആലോചിച്ച് നോക്കി, എപ്പോഴാണ് ഇതൊക്കെ കാണാൻ തുടങ്ങിയത്? വാട്സാപ്പ് കാണാത്ത ആളുകൾ, സോഷ്യൽ മീഡിയ കാണാത്ത ആളുകൾ, നിന്റെ പുതിയ ട്രെൻഡുകൾ കാണാത്ത ആളുകൾ, അവരെ കുറിച്ച് നിനക്ക് പുച്ഛമാണെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ സന്തോഷത്തോടെ കടന്നുപോയവരാ. അങ്ങോട്ട് കൂടുതൽ ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. കാരണം മുൻഗാമികൾ വലിയ വലിയ പാപങ്ങളായി കണ്ടിരുന്നത് ഇന്ന് വളരെ നിസ്സാരമായി നമ്മുടെ മുമ്പിലൂടെ പോവുകയാ.